ഗുഡ് ഈവനിങ്. ഇൻട്രസ്റ്റിന്റെ ടോപ്പിക്കാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മള് ബാക്കോട്ട് ഇങ്ങനെ മാറ്റി വെച്ച ടോപ്പിക്കുകളിൽ ഒരു ടോപ്പിക്കായിരുന്നു ഇൻട്രസ്റ്റിന്റെ ടോപ്പിക്ക്. ഇൻട്രസ്റ്റിന്റെ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് പൊതുവെ നമ്മൾ മാത്സിന്റെ ടോപ്പിക്കുകൾ എടുക്കുമ്പം ബാക്കിയുള്ള ടോപ്പിക്കുകളുമായിട്ട് മാത്സിലെ ബാക്കിയുള്ള ടോപ്പിക്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചൊരു ടഫ്നെസ് ഫീൽ ചെയ്യാറുള്ള ഒരു ഏരിയ ആണ് ഇൻട്രസ്റ്റിൻ്റെത് എന്ന് കുട്ടികൾ പറയാറുണ്ട്. പക്ഷെ ബേസിക്കലി സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ ബാക്കിയുള്ള മൊഡ്യൂളുകളെക്കാൾ, കാരണം അതിന് ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷന്റെ അകത്തേക്ക് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ ആൻസർ കിട്ടും എന്നുള്ളൊരു സംഭവമാണ് ഈ ഇൻട്രസ്റ്റിന്റെ ടോപ്പിക്ക്. അപ്പൊ ഇൻട്രസ്റ്റിന്റെ ടോപ്പിക്ക് രണ്ട് ഇൻട്രസ്റ്റുകളെയാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കും. ഇതിൽ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് ആദ്യം പറയാം. സംഭവം എന്താന്ന് ആദ്യം പറയാം, അതിനുശേഷം നമുക്ക് ഇക്വേഷൻ പറയാം, അതിനുശേഷം നമുക്ക് എന്താ പറയാ കണക്കുകൾ ചെയ്യാം. അപ്പോ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണെന്ന് അർത്ഥം. അതായത് സപ്പോസ് നമ്മളൊരു ബാങ്കിൽ നിന്ന് കടമെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നമ്മൾ എത്രയെങ്കിലും എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്യാം. സപ്പോസ് ഞാൻ ഒരു 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, 100 രൂപ 2 വർഷത്തേക്ക് 10% പലിശയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. 2 വർഷത്തേക്ക് 100 രൂപ 10% പലിശയ്ക്ക്. അപ്പൊ ഓരോ കൊല്ലം കൂടുമ്പോഴും എനിക്ക് എന്ത് കിട്ടും, 10% പലിശ കിട്ടും. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ 10% പലിശ ആദ്യത്തെ വർഷം 100 രൂപന്റെ മേലെയാണ് കിട്ടുക. രണ്ടാമത്തെ വർഷവും നമ്മൾ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്ത മുതലുണ്ടല്ലോ, 100 എന്ന് പറയുന്ന സാധനം, അതിന്റെ മേലെയാണ് അടുത്ത 10%. അതായത് എല്ലാ വർഷവും ഇപ്പൊ 5 വർഷത്തേക്കുള്ള ഒരു സ്കീമാണെങ്കിൽ 5 വർഷത്തേക്ക് 10% പലിശയ്ക്ക് നിങ്ങൾ 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്താണെങ്കിൽ എല്ലാ 5 കൊല്ലവും നിങ്ങൾക്ക് കിട്ടും 100 രൂപയുടെ 10% എക്സ്ട്രാ ആണ്. 100 രൂപയുടെ 10% എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 10 രൂപ വരും അല്ലെ, 10 രൂപ വരും. ആ 10 രൂപ പ്ലസ് ആദ്യത്തെ വർഷം കഴിഞ്ഞാൽ 100നോട് 10 രൂപ കൂടിയിട്ട് 110 മാറും ബാലൻസ്. അതിന്റെ അടുത്ത കൊല്ലം കൂടുന്ന സമയത്ത് 110നോട് പ്ലസ് 10 കൂടി 120. അതായത് എത്രയാണോ നമ്മൾ ബിഗിനിങ്ങിൽ ഡെപ്പോസിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ എടുത്ത ലോൺ എമൗണ്ട്, അതിന്റെ മേലെയാണ് എന്ത് ചെയ്യപ്പെടുക, സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. എല്ലാ വർഷവും അത് സെയിം എമൗണ്ട് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നേരെ മറിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുന്ന സമയത്ത് when we come to the കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തരം മെർജ് ചെയ്യലാണ്, കോമ്പൗണ്ട് ചെയ്യുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾ 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 5 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സെയിം 10% പലിശയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെങ്കിൽ ആദ്യത്തെ വർഷം നിങ്ങൾക്ക് ഈ 100ന്റെ 10%-ആയ 10% 10 രൂപ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ബാലൻസ് എന്തായി മാറും, 110 മാറും. രണ്ടാമത്തെ കൊല്ലം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 110ന്റെ 10% ആയിരിക്കും. 110ന്റെ 10% ആയിരിക്കും. അതായത് 110 പ്ലസ് 10%-ആയ 11 രൂപയും കൂടിയിട്ട് എന്തായിട്ട് മാറും, 121 രൂപയായിട്ട് നിങ്ങളുടെ എമൗണ്ട് മാറും. അപ്പൊ ലാഭം ഡെപ്പോസിറ്റ് ചെയ്യണ കേസ് നോക്കുമ്പോൾ ലാഭം എപ്പോഴും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാളേറെ. ലോൺ എടുക്കുന്ന കേസ് നോക്കുന്ന സമയത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ ലാഭം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നുള്ളതാണ്. പക്ഷെ ഒരുവിധം ലോണുകളൊക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടാറുള്ളത്. അങ്ങനെ രണ്ട് കോൺസെപ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും എല്ലാ ടേമിലും എന്ത് ചെയ്യപ്പെടും, ഈ പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട് ആദ്യം ഡെപ്പോസിറ്റ് ചെയ്ത മുതലിന്റെ മേലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് ആഡ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് ആ സമയത്ത് ബാലൻസ് ഉള്ള തുകയുടെ മേലെയാണ് എന്ത് ചെയ്യപ്പെടുക, ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എന്ന കോൺസെപ്റ്റ് ക്ലിയർ ആണോ? യെസ്, വെരി ഗുഡ്. ഇനി നമ്മൾ ഈ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും എന്ത് നോക്കാം, ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ഇതൊന്ന് വായിക്കണ്ടേ. ഓക്കെ, എഴുതി വെക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ
PRT/100 ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PRT/100 എന്നുള്ള ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കല്ലാതെ വേറെ വഴികളൊന്നുമില്ല. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ചോദ്യങ്ങൾ ചെയ്യുക. അതിൽ പി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, മുടക്ക് മുതൽ. ആർ എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ടി എന്ന് പറഞ്ഞ ടൈം പീരീഡ്, എത്ര വർഷത്തേക്കാണ് അല്ലെങ്കിൽ എത്ര മാസത്തേക്കാണ് ഈ പറഞ്ഞ എന്താ പറയാ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഡെപ്പോസിറ്റ്, ലോൺ ആണെങ്കിൽ ലോൺ. അപ്പൊ 1 വർഷമാണെങ്കിൽ 1 വർഷമായിരിക്കും ടി എന്ന് പറയുന്നത്, 2 വർഷമാണെങ്കിൽ ടി അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 വർഷമായിരിക്കും. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുന്ന സമയത്ത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് വേറെ കളർ എടുക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1+R/100 ഹോൾ റേസ് ടു n എന്നാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ വരുന്ന സമയത്ത് നമ്മൾ പറയാം. ഇതില് എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നതിനെ നമ്മൾ എമൗണ്ട് എന്നാണ് വിളിക്കുക. അതായത് പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടി ചേർന്ന, മുടക്ക് മുതലും ഇൻട്രസ്റ്റും കൂടി ചേർന്ന തുകയാണ് നമ്മൾ എമൗണ്ട് എ എന്ന് വിളിക്കുക. പി എന്നുള്ളതിന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. 1+R/100, അതിൽ 1 ആ ഇക്വേഷനിലുള്ള ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന് മാറ്റം ഉണ്ടാവില്ല. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്ക് തുല്യമാണ്. എന്നും ടി നമ്പർ ഓഫ് ഇയേഴ്സ് എന്നുള്ള അർത്ഥമാണ് n. അപ്പൊ എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1+R/100 ഹോൾ റേസ് ടു n എന്ന് പറയുന്ന ഇക്വേഷന് ചിലപ്പോൾ നമ്മൾ കോണ്ടെക്സ്റ്റൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കലും മറക്കലും ഒക്കെ നടത്തേണ്ടി വരും. അത് ചോദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് പതുക്കെ അങ്ങനെ പറഞ്ഞു പോവാം. ഇത് രണ്ടുമാണ് ഇക്വേഷൻ. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റും എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റും കത്തിയിട്ടുണ്ടോ? ഈ ഇക്വേഷൻസ് സ്വഭാവം ഏതാ പറയണ്ടേ? ഈ രണ്ടും ഒന്ന് ജസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടക്ക് മുതൽ എത്രയാണോ, 100 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ 5 കൊല്ലത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ ഈ 5 കൊല്ലവും 100 രൂപയുടെ മേലെയാണ് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ വർഷവും കോമ്പൗണ്ട് ചെയ്തു വരും. അതായത് 100 രൂപയാണ് നിങ്ങൾ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ 100 രൂപയുടെ 10% ചേർത്തിട്ട് 110 രൂപയായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആദ്യത്തെ വർഷത്തിൽ കിട്ടുക. രണ്ടാമത്തെ കൊല്ലാകുമ്പം 100ന്റെ മേലെയല്ല, ബാലൻസ് ഉള്ള 110ന്റെ മേലെയാണ് എന്ത് ചെയ്യപ്പെടുക, 10% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 110ന്റെ 10% എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞാട്ടോ, എമൗണ്ട് ഒക്കെ 110 + 11 രൂപയായിരിക്കും, 121 രൂപയായി. അടുത്ത കൊല്ലം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 121ന്റെ മേലെയാണ് പലിശ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് പോണ കോൺസെപ്റ്റ് ആണ് എന്ത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇനി രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. PRT/100. പി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട്, മുടക്ക് മുതൽ. ആർ എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ടി എന്ന് പറഞ്ഞ ദ ടൈം പീരീഡ്, എത്ര കാലത്തേക്കാണ് ഡെപ്പോസിറ്റ്, എത്ര കാലത്തേക്കാണ് ലോൺ എന്നുള്ളത്. പിന്നെ ഉള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ ആണ്. എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1+R/100 ഹോൾ റേസ് ടു n. എ എന്ന് പറഞ്ഞാൽ നമ്മൾ എമൗണ്ട് എന്ന് വിളിക്കും. അതായത് പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും ചേർന്ന തുകയാണ് എമൗണ്ട് എന്ന് വിളിക്കാം. എമൗണ്ടിൽ രണ്ടും ഉണ്ട് എന്നർത്ഥം. 1 ആ ഇക്വേഷനിലെ കോൺസ്റ്റന്റ് ആണ്, അതിന് മാറ്റം ഉണ്ടാവില്ല. 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്മൾ മറ്റേ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ ടി പറഞ്ഞ അതേ സാധനമാണ് എന്ത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുന്ന സമയത്ത് n ആയിട്ട് മാറുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ചോദിച്ചാ യെസ്. ഓക്കെ, ബാക്കിയുള്ളവർ നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ നേരത്തെ ടി പറഞ്ഞ അതേ സാധനം തന്നെ. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ടി എന്ന് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ n എന്ന് പറഞ്ഞ് പഠിച്ചത് കൊണ്ടാണ് അങ്ങനെ n എന്ന് വരുന്നത്. നിങ്ങൾക്ക് ടി ആണെങ്കിൽ ടി എന്ന് ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. ഞാൻ ചോദ്യം ഇവിടെ ഇങ്ങനെ എഴുതാട്ടോ, ഇത് മായ്ക്കണ്ടേ. നമുക്ക് ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യനും ചെയ്യാം, പിന്നെ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യനും ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ചോദ്യം ചെയ്യുന്നതോടുകൂടി സിമ്പിൾ ഇൻട്രസ്റ്റ് നിങ്ങൾ തറവാട്ടോ. എ മാൻ invested 1/2 of his ഗ്രാറ്റുവിറ്റി റിട്ടയർ ആവുന്ന സമയത്താണ് കിട്ടുക, അപ്പൊ റിട്ടയർമെന്റ് സമയത്തുള്ളതാണ്. ഗ്രാറ്റുവിറ്റി അറ്റ് 6% സിമ്പിൾ ഇൻട്രസ്റ്റ്. എസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. പിന്നെയോ 1/4 ഓഫ്
1/4 of his gratuity at 7% and the rest, അത് ബാക്കിയുള്ളത് പറയാട്ടോ, മീനിങ് പറഞ്ഞുതരാം. And the rest at 8% simple interest if his annual return on these investment on this is rupees 7,012.5. Find the total amount. Find the principal amount. Find the principal amount. ഇതാണ് ചോദ്യം. അതായത് ഒരാള് റിട്ടയർ ചെയ്യണ സമയത്ത് അയാൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടും, കയ്യിൽ PF ഗ്രാറ്റുവിറ്റി ഒക്കെ കിട്ടുന്നതിന്റെ കൂടെ അയാൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടി. ആ ഗ്രാറ്റുവിറ്റി അയാൾ വീട്ടിൽ കൊണ്ട് പൂട്ടി വെക്കുന്നതിന് പകരം 3 ഗഡുക്കളായിട്ട് 3 സന്ദർഭങ്ങളിലായിട്ട് എന്ത് ചെയ്തു, പുള്ളി പല സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ് പറയണത്. ആ ഡെപ്പോസിറ്റ് ചെയ്ത കഥയാണ് ചോദ്യത്തിൽ പറയണത്. നോക്കാം നമുക്ക് ആ കഥ ഒന്നുകൂടി നമുക്ക് സൂക്ഷിച്ചു വായിക്കാം. ഞാൻ ഇമ്പോർട്ടൻസ് സാധനങ്ങൾ അണ്ടർലൈൻ ചെയ്തു തരാം. Okay. A man invested 1/2 of his gratuity at 6% simple interest. അയാളുടെ മൊത്തം ഗ്രാറ്റുവിറ്റിയുടെ 1/2 ഭാഗം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, 6% പലിശയ്ക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് സ്കീമിൽ എവിടെയോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള 1/4, ബാക്കിയുള്ളതിന്റെ 1/4 എന്ത് ചെയ്തു, 7% പലിശയ്ക്ക് മൂപ്പര് പിന്നെയും എന്ത് ചെയ്തു, സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്നത് എത്ര രൂപയായാലും 1/2 1/4 കഴിച്ചിട്ട് അയാളുടെ ഗ്രാറ്റുവിറ്റിയിൽ വരുന്നത് എത്ര രൂപയായാലും ആ ബാലൻസ് വരുന്ന റെസ്റ്റ് എമൗണ്ട് 8% പലിശയിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ മൂന്നാമത്തെ സ്ഥലത്തും എന്ത് ചെയ്തു, അയാൾ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ 3 തരം ഡെപ്പോസിറ്റുകൾ അയാൾ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു വർഷാവസാനം എത്തുന്ന സമയത്ത് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇയാളുടെ ഈ 3 ഡെപ്പോസിറ്റിന്റെയും പലിശ കണക്കാക്കപ്പെടും. ഓക്കെ, അങ്ങനെ കണക്കാക്കിയപ്പോ ഈ 3 സന്ദർഭങ്ങളിലെയും അയാളുടെ പലിശ ഇനത്തിൽ അല്ലെങ്കിൽ അയാൾക്ക് പലിശയായിട്ട് കിട്ടിയത് ടോട്ടൽ ചെയ്യുമ്പോൾ 3 കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 7,012.5 രൂപ 7,012.50 ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഇയാൾക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റി ആണല്ലോ ഇയാൾ സ്പ്ലിറ്റ് ആക്കുന്നത്. വാട്ട് ഇസ് ദ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ വാട്ട് ഇസ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ചോദ്യത്തിന്റെ മീനിങ് കത്തിയിട്ടുണ്ടോ? ഉറങ്ങിയുണ്ട്. ആർ യു ഓക്കെ വിത്ത് ദ മീനിങ്? യെസ്, ഒരാള്. ബാക്കിയുള്ളവർ? അതായത് ഒരാൾക്ക് റിട്ടയർ ആവുന്ന സമയത്ത് ഗ്രാറ്റുവിറ്റി എമൗണ്ട് കിട്ടി. ആ ഗ്രാറ്റുവിറ്റി എമൗണ്ടിന്റെ 1/2 ഭാഗം എന്ത് ചെയ്തു, അയാൾ 6% പലിശയ്ക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് പലിശയ്ക്ക് എവിടെയോ ഡെപ്പോസിറ്റ് ചെയ്തു. പിന്നുള്ളതിന്റെ 1/4 ഭാഗം 7% പലിശയ്ക്ക് രണ്ടാമത്തെ ബാങ്കിലും അയാൾ എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്തു. പിന്നെ ബാക്കി വരുന്ന ഗ്രാറ്റുവിറ്റിയിൽ പിന്നെയും ബാക്കി എമൗണ്ട് ഉണ്ടാവും. 1/2 1/4 കഴിച്ചാലും പിന്നെയും ബാക്കി എമൗണ്ട് ഉണ്ടാവും. ആ ബാക്കി വരുന്ന എമൗണ്ട് 8% പലിശയ്ക്ക് മൂന്നാമത്തെ ബാങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ അയാളുടെ 3 ഇൻവെസ്റ്റ്മെന്റുകളുടെയും റിട്ടേൺ നോക്കിയ സമയത്ത് 3 ഇൻവെസ്റ്റ്മെന്റുകളുടെയും പലിശ ഇനത്തിലെ ടോട്ടൽ എന്ന് പറയുന്നത് 7,012 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ തുടക്കത്തിൽ ഗ്രാറ്റുവിറ്റി ആയിട്ട് അയാളെ കയ്യിൽ കിട്ടിയ എമൗണ്ട് എത്രയായിരിക്കും? വാട്ട് ഇസ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് ചോദ്യം. ഇപ്പൊ കത്തിയോ? എനിക്ക് മനസ്സിലാവാത്തതില്ല. അവിടെ നമ്മൾ 1/4 ഓഫ് ഗ്രാറ്റുവിറ്റി ആയിട്ട് എന്താണ് 7% എന്താ ബാക്കി എന്താണ് അവിടെ? ബാക്കി എന്താണ് വായിക്കുക ക്വസ്റ്റ്യന്? റെസ്റ്റ് അറ്റ് 8%. ബാക്കി വന്ന തുക റെസ്റ്റ് അറ്റ് 8%. ബാക്കിയുള്ളത് 8% പലിശയ്ക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന് വേറെ എവിടെ മൂന്നാമത്തെ ഒരു സ്ഥലത്തും ഡെപ്പോസിറ്റ് ചെയ്തു. മാം, ഇതില് ആദ്യം ഫുള്ള് ഗ്രാറ്റുവിറ്റിന്റെ പകുതി, അതായത് അര ആദ്യം ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള അരയുടെ കാൽഭാഗമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള അരയുടെ കാൽഭാഗം. ഓക്കെ, അത് കൺഫ്യൂഷൻ ആവരുത്. ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുക. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചോദ്യം ചോദിക്കുന്നത് കേട്ടോ. 2023 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. ഗ്രാറ്റുവിറ്റി എമൗണ്ടിന്റെ 1/2 ഭാഗം ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നു.
ദെൻ 1/4 ഭാഗം പിന്നീട് 1/2 അല്ല 1/3 ആട്ടോ ക്വസ്റ്റ്യനിലുള്ളത് 1/3 ആണ്. ദിസ് ഇസ് 1/3. ഓക്കെ, 1/3 ഡെപ്പോസിറ്റ് ചെയ്യുന്നു 6% പലിശയ്ക്ക്, പിന്നെ 1/4 ഡെപ്പോസിറ്റ് ചെയ്യുന്നു 7% പലിശയ്ക്ക്, പിന്നെ 8% പലിശയ്ക്ക് ബാക്കിയുള്ള മുഴുവൻ തുക. അങ്ങനെ 3 ഗഡുക്കളായിട്ട്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് ഓപ്ഷൻസും കൂടി ഉണ്ട്. ആ ഓപ്ഷൻസ് എന്തിനാണ് ആദ്യമേ പറയണമെന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. 4 ഓപ്ഷൻസ് ആണല്ലോ ഉണ്ടാവുക. ദ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് 89,000. Second option 99,000, and the third option is 95,000, and the last fourth option is 1,05,000. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ചോദ്യത്തിന് നമുക്ക് ഏറ്റവും എളുപ്പം ഉത്തരത്തിൽ നിന്ന് മേലോട്ട്, അതായത് ഓപ്ഷനിൽ നിന്ന് മേലോട്ട് കയറാനാണ് ഏറ്റവും എളുപ്പം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ എക്സും വൈയും ഒക്കെ ഇട്ട് കളിക്കേണ്ടി വരും. ഓക്കെ, അതായത് എങ്ങനെയാണ് ഉത്തരത്തിൽ നിന്ന് മേലോട്ട് കയറാൻ നോക്കാം. ഒരാള് ഓക്കെ, നമ്മൾ മാക്സിമം എക്സിനെ ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. കാരണം എക്സ് ഇടുമ്പോൾ എക്സിനെ സോൾവ് ചെയ്യലും പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ചോദ്യത്തിൽ ഓപ്ഷനിൽ നിന്ന് മേലോട്ട് കയറലാണ് കമ്പാരിറ്റീവ്ലി ഈസി എന്ന് പറയുന്നത്. അതായത് ഇയാൾക്ക് എത്രയോ ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടുണ്ട്. ആ ഗ്രാറ്റുവിറ്റി ഓപ്ഷനിലുള്ള ഓരോന്നുമാണെന്ന് സങ്കല്പിക്കുക. സപ്പോസ് 89,000 വെച്ചിട്ട് ചെയ്ത് നോക്കുക, പിന്നെ 99,000 വെച്ചിട്ട് ചെയ്ത് നോക്കുക, പിന്നെ 95,000 വെച്ചിട്ട് ചെയ്ത് നോക്കുക, പിന്നെ 1,05,000 വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് 3 കണ്ടീഷനിലും എന്ത് കിട്ടും? അതായത് 3 പ്രാവശ്യമായിട്ട് 3 ഗഡുക്കളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞ്. ഇതിൽ ഓരോ ഓപ്ഷൻ എടുത്ത് ചെയ്യുന്ന സമയത്തും ഈ 3 ഓപ്ഷനിലൂടെ നമ്മൾ ഇൻട്രസ്റ്റ് കാണുന്നു. ആ 3 ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ 7,012.5 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. കാരണം ആനുവൽ റിട്ടേൺ ടോട്ടല് 7,012.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്, 99,000. അപ്പൊ നമുക്ക് 99,000 മേലോട്ട് പോവാം. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ അറിയൂല. അപ്പൊ നമ്മൾ എന്തായാലും 4 ഓപ്ഷനും മേലോട്ടിട്ട് ചെയ്ത് നോക്കേണ്ടി വരും. 89ഉം 99ഉം 95ഉം ഒക്കെ ഇട്ടിട്ട് ചെയ്ത് നോക്കേണ്ടി വരും. അതിൽ ഏത് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് 7,012.5 ഉത്തരമായിട്ട് കിട്ടുന്നത് അതായിരിക്കും എന്ത്, ആ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ഉത്തരം വരിക. ആൻഡ് ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ 99,000 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ എങ്ങനെയാണ് മേലോട്ട് കയറുക എന്നുള്ളത് നോക്കാം. ഞാനൊന്ന് യെസ് ഓക്കെ, സപ്പോസ് അയാളുടെ ഗ്രാറ്റുവിറ്റി 99,000 ആയി എടുത്താൽ, അയാൾക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റി 99,000 ആണ് എന്ന് സങ്കല്പിച്ചാൽ 3 സന്ദർഭങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ മനുഷ്യൻ ഡെപ്പോസിറ്റ് നടത്തിയിട്ടുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 സന്ദർഭങ്ങളായി നടത്തിയ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഡെപ്പോസിറ്റ് ആണ് അല്ലെ. അപ്പൊ ഇതിൽ ആദ്യത്തെ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഗ്രാറ്റുവിറ്റി 99,000 ആണെങ്കിൽ ആ 99,000ന്റെ 1/3 ഭാഗം അയാൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇനി ഇതേ 99,000ന്റെ 1/4 ഭാഗം രണ്ടാമത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബാക്കി വന്ന തുക എത്രയായാലും ആ തുക 8% പലിശയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ 99,000ന്റെ 1/3 എത്രയാന്ന് കണ്ടുപിടിക്കണം. അതാണല്ലോ ആദ്യ ഗഡുവായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തത്. 99,000ന്റെ 1/3 പറഞ്ഞാൽ 99,000ത്തിന് 1 കൊണ്ട് ഗുണിച്ച് 3 കൊണ്ട് രണ്ടാമത്തെ സ്റ്റേജിൽ അയാള് ആദ്യം കൊടുത്ത തുകയുടെ 1/3 ബാക്കിയുള്ളതിലല്ലേ പിന്നെ ചെയ്യണത്. 99,000ത്തിന്റെ 1/3 ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദെൻ പിന്നെ അതിന് ബാക്കി വരുന്നതിൽ നിന്നല്ലേ പിന്നെ 99,000ത്തിന്റെ 1/4 ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദെൻ റെസ്റ്റ് ഓഫ് ദ എമൗണ്ട് 1/4ഉം 1/3ഉം കഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് 8% പലിശയ്ക്ക്. 99,000ന്റെ 1/3, 99,000ന്റെ 1/4, അത് രണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണോ ഉള്ളത് ആ തുക മുഴുവനും 8% പലിശയ്ക്ക്. ഓക്കെ, ക്ലിയർ? ഓക്കെ. 99,000ന്റെ 1/3 എന്ന് പറഞ്ഞാൽ 99,000നെ 1 കൊണ്ട് ഗുണിച്ച് 3 കൊണ്ട് ഹരിക്കലാണ്. ഓക്കെ, 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 99,000 തന്നെയാണ് കിട്ടുക. 3 കൊണ്ട് ഹരിക്കുമ്പം
തൊണ്ണൂറ്റൊമ്പതിനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 339 അല്ലെ 33,000 എന്ന് ഉത്തരം കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ ഗഡുവായിട്ട് അയാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 33,000 ആണ്. ഈ 33,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ PRT/100 ആണ്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ഈ 33,000-നെ PRT/100 ചെയ്യണം. അതായത് 33,000 എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ 33,000 ആണ്. ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 33,000 ആണ്. R എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അയാൾ 6% പലിശയ്ക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇൻറ്റു ടൈം പീരീഡ് 1 വർഷത്തേക്കാണ്. ബൈ 100 PRT/100 ആയി. 33,000-നെ 6 കൊണ്ട് ഗുണിച്ച് വീണ്ടും 1 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 1980 ആയിരിക്കും. ഞാൻ ഓൾറെഡി ഇവിടെ പേപ്പറിൽ എഴുതി വെച്ചത് കൊണ്ടാണ് ചെയ്തു പോകുന്നത്. ചെയ്ത് കാണിക്കണമെങ്കിൽ ഓക്കെ, 33,000-നെ 6 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഉത്തരത്തെ 100 കൊണ്ട് ഹരിക്കുക എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്ത് കാണിക്കും. ഓക്കെ, 33,000-നെ 6 കൊണ്ട് ഗുണിച്ച് എഗെയിൻ 1 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കുമ്പം 1980 എന്നാണ് കിട്ടുക. പിന്നെയുള്ളത് 99,000-ന്റെ 1/4 ആണ്. 99,000-ന്റെ 1/4 കാണാൻ 99,000-നെ 1 കൊണ്ട് ഗുണിച്ച് 4 കൊണ്ട് ഹരിക്കലാണ്. ഓക്കെ, 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,750 എന്നായിരിക്കും. അപ്പൊ രണ്ടാമത്തെ കേസിലും അയാളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 24,750 ആണ്. പക്ഷെ ആ എമൗണ്ട് അയാള് 7% പലിശയ്ക്കാണ്. ആദ്യത്തെ കേസിൽ 6%-ത്തിനാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ 7% പലിശയ്ക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, സെയിം 1 വർഷത്തേക്ക്. അപ്പോൾ PRT/100, P എന്ന് പറഞ്ഞാൽ 24,750, R എന്ന് പറഞ്ഞ 7%, ടൈം പീരീഡ് 1 വർഷമാണ്. 24,750-നെ 7 കൊണ്ട് ഗുണിച്ച് എഗെയിൻ 1 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 1732.5 എന്നായിരിക്കും. പിന്നെയുള്ളത് മൂന്നാമത്തെ കേസാണ്. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 കേസിലും ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള തുകയാണ് അയാൾ എന്ത് ചെയ്യുന്നത്? മൂന്നാമത്തെ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 2 കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 33,000 അല്ലെ, 33,000-ഉം 24,750-ഉം ഓൾറെഡി പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്ന 0.57 അല്ല, കുറയ്ക്കല്ല വേണ്ടത്. 0 15 പോയ 5, 17 പോയാൽ 3, 12 4 പോയാൽ അല്ലല്ല കൂട്ട രണ്ടെണ്ണം, ഒരു മിനിറ്റ് വിട്ടണ്ടേ. 33,000-ഉം 24,750-ഉം കൂടി കൂട്ടുക. അതായത് 2 ഗഡുവായിട്ട് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തത് 0 5 7 4 3 7 3 2 5 57,750 ഓൾറെഡി അയാൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വരുന്ന ബാക്കി തുകയാണ് ഇയാൾ എന്ത് ചെയ്യേണ്ടത്? മൂന്നാമത്തെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അതായത് അയാളുടെ മൊത്തം ഗ്രാറ്റുവിറ്റി ആയ 99,000-ൽ നിന്ന് അയാൾ ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ 57,750 കുറയ്ക്കുക. ഓക്കെ, 0 15 പോയാൽ 5, 9 7 പോയാൽ 2, 8 7 പോയാൽ 1, 9 5 പോയാൽ 2, 9 5 പോയാൽ 4, 41,250 രൂപയും കൂടി ഇനി അയാളെ കയ്യിൽ ബാക്കിയുണ്ട്. അതാണ് ഇയാള് മൂന്നാമത്തെ കേസിൽ എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ കേസിൽ ഈ 41,250 അയാൾ 8% പലിശയ്ക്ക് 1 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ PRT/100 41,250 ഇൻറ്റു 8 ഇൻറ്റു 1/100. 41,250-നെ 8 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,300 ആയിരിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞ വേറൊരു കണ്ടീഷൻ ഉണ്ട്. അയാൾ ഈ 3 കേസിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വർഷാവസാനം ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അയാളുടെ ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നുള്ള റിട്ടേൺ, അതായത് പലിശ നോക്കുമ്പോൾ ആ 3 റിട്ടേണും കൂടി ആഡ് ചെയ്തപ്പോൾ 7,012.5 കിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് 7,012.5 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, വേറെ കളർ എടുക്കാം. യെസ്, 1,980 പ്ലസ് 1,732.5 പ്ലസ് 3,300 ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. 7,012.5 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, 5 2 8 3 11 ബാക്കി 1 9 10 17
17 3 20 2 ബാക്കി 3 7,012.5. അപ്പൊ 99,000 രൂപ ഗ്രാറ്റുവിറ്റി കിട്ടുമ്പം അയാൾക്ക് അയാളുടെ ആനുവൽ റിട്ടേൺ 7,012.5 കിട്ടുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ ഓരോ ഓപ്ഷനെയും നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുക ആ ഒരു സാധനമായിരിക്കും ഓപ്ഷനിൽ മേലോട്ട് കയറുക എന്ന് പറയുന്ന സംഭവം. ഓക്കെ, മറ്റേതാകുമ്പോ എക്സും വൈയും രണ്ടും എടുക്കേണ്ടി വരും. എക്സും വൈയും എടുത്ത് ഇക്വേഷൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടെ പറയോ? 1980 അതൊക്കെ ഒന്നുകൂടെ പറയോ? അതായത് ആ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത സമയത്ത് അയാളുടെ റിട്ടേൺ ടോട്ടൽ ചെയ്ത, റിട്ടേൺ എന്ന് പറഞ്ഞാൽ പലിശ ഇനത്തിൽ അയാൾക്ക് കിട്ടിയ ഇൻകം എന്നുള്ളതാണ്, അത് ടോട്ടൽ ചെയ്ത സമയത്ത് 7,012.5 രൂപ വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ 3 കേസിലും ഇയാൾക്ക് കിട്ടുന്ന പലിശ ഇനം ടോട്ടൽ ചെയ്യുമ്പോൾ 7,012.5 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതാണല്ലോ ആ വർഷത്തെ അയാളുടെ റിട്ടേൺ എന്ന് പറയുന്നത്, ഗ്രാറ്റുവിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ. ക്ലിയർ ആയോ ചോദിച്ചാള്? യെസ്. ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ കുറച്ചും കൂടി ഈസിയാണ്. PRT/100 ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഓക്കെ ആവും എന്നുള്ളതാണ്. ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ആണ് വരിക. പിന്നെ നമ്മളെ കുറച്ചുകൂടി ബുദ്ധിമുട്ട് എന്ന് ഫീൽ ചെയ്യാൻ സാധ്യത കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ചോദ്യമായിരിക്കും എന്നുള്ളതാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇനി ഈ ഇൻട്രസ്റ്റിന്റെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചോദ്യം വായിച്ചിട്ട് ചോദ്യത്തിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ പറഞ്ഞു നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞെങ്കിൽ അതിന്റെ ഇക്വേഷൻ എഴുതി വെക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞെങ്കിൽ അതിന്റെ ഇക്വേഷൻ എഴുതി വെക്കുക. എന്നിട്ട് തന്ന സാധനങ്ങൾ ആ ഇക്വേഷൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലില്ലാത്ത ഇക്വേഷൻ്റെ അകത്ത് ഇല്ലാത്ത സാധനമായിരിക്കും നമ്മൾ കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകേണ്ടി വരാം. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, ആ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. യെസ്, മൈക്കിന്റെ ഇപ്പൊ നമ്മൾ പരീക്ഷയൊക്കെ ഇപ്പൊ എല്ലാ ഓപ്ഷനും ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടി വരും. എല്ലാ ഓപ്ഷനും ചെയ്ത് നോക്കേണ്ടി വരും. പൊതുവെ അത്തരം ചോദ്യങ്ങൾ, അതായത് ആൻസറിന് മേലോട്ട് കയറാൻ പറ്റുന്ന ചോദ്യങ്ങൾ വരുന്ന സമയത്ത്, അത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് പൊതുവെ കണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് 4ാമത്തെ ഓപ്ഷൻ വരെ ഒന്നും ചെയ്യേണ്ടി വരാറില്ല. 1ാമത്തെയോ 2ാമത്തെയോ ഒക്കെ ഓപ്ഷന്റെ അകത്ത് ശരിയുത്തരം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആൻസറിന് മേലേക്ക് കയറുന്നതാണ് എളുപ്പം എന്ന് ഉള്ള ചോദ്യങ്ങളിലൊക്കെ. ഇതിപ്പോ ഈ ചോദ്യത്തിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താൻ വഴിയില്ല? ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്താൻ വഴിയുണ്ട്. എക്സ് എടുക്കണം, വൈ എടുക്കണം. എവിടെയാണ് ഗ്രാറ്റുവിറ്റീന് എക്സ് എടുക്കണം. പിന്നെ അതിനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മൾ വൈ, ഈ ഇൻട്രസ്റ്റിന്റെ കേസിലൊക്കെ വരുന്ന സമയത്ത് വൈ എടുക്കേണ്ടി വരും. പിന്നെ എക്സ് സോൾവ് ചെയ്യണം, വൈ സോൾവ് ചെയ്യണം. അതിനുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്രയും സ്റ്റെപ്പുകൾ വരുന്ന സമയത്ത് നമുക്ക് തന്നെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതിനേക്കാൾ എളുപ്പം മേലോട്ട് കയറുന്നതായിരിക്കും, ആൻസറിൽ നിന്ന് മേലോട്ട് കയറുന്നത്. ഇക്വേഷൻ തമ്മിൽ ആദ്യത്തെ ഇക്വേഷനും ഫസ്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കും, 2ാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കും. ആദ്യത്തെ ഇക്വേഷൻ 2ാമത്തെ ഇക്വേഷൻ കൊണ്ട് ഹരിക്കേണ്ടി വരും. ഇക്വേഷനെ ഹരിക്കേണ്ടി വരും, സംഖ്യകളെ അല്ല. എക്സും വൈ ഉള്ള ഇക്വേഷൻസിനെ നമ്മൾ ഹരിക്കുകയും ഗുണിക്കുകയും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. എന്നിട്ട് പുതിയ ഇക്വേഷൻ ഉണ്ടാക്കേണ്ടി വരും. എന്നിട്ട് ആ പുതിയ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടി വരും. ഭയങ്കര കോംപ്ലിക്കേഷൻ ഉള്ളൊരു സ്റ്റേജ് ആണത്. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ജോമെട്രിയുടെ ഒക്കെ സാധനങ്ങൾ പഠിക്കണ പോലെ കുറെ തിയറംസ് വേറെ പഠിക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഓപ്ഷനിൽ നിന്ന് മേലോട്ട് കയറുന്നതാണ് ദ സേഫസ്റ്റ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആ ചോദ്യം ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആവും എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ഞാൻ എടുത്തത് കേട്ടോ. നോക്കാം. എ മാൻ ഇൻവെസ്റ്റ് rupees 8,000 in a bank which provides 24% ആനുവൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. വർഷത്തിലാണ് പലിശ കൊടുക്കുന്നത്. ആനുവൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് CI, ആനുവൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ടഡ് മന്ത്ലി. compute the compound interest on the amount for 3 months. ഒരാള്
8,000 രൂപ ബാങ്കിൽ 24% ആനുവൽ പലിശയ്ക്ക്, അതായത് ഒരു വർഷം അയാൾക്ക് 24% പലിശ ഇനത്തിൽ കിട്ടുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 3 മാസം കഴിയുമ്പോൾ, ഇപ്പൊ 24% എന്നുള്ളത് ഒരു വർഷത്തേക്കുള്ള പലിശയാണ്. അപ്പൊ 24% പലിശയ്ക്കുള്ള ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റഡ് സാധനം എല്ലാ മാസവും പലിശ ഇനം കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു കൊല്ലത്തേക്ക് 24% പലിശ എന്നാണ് പറയുന്നത്. അപ്പൊ 3 മാസം കഴിയുമ്പം അയാൾ അത് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇനത്തിൽ ആ 8,000 രൂപയ്ക്ക് എത്ര കിട്ടില്ല? ഒരു കൊല്ലത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അയാൾ 3 മാസം കഴിഞ്ഞിട്ട് അയാൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ എമൗണ്ട് എത്ര ഉണ്ട് നോക്കുകയാണെങ്കിൽ പലിശ ഇനത്തിൽ എത്ര ഉണ്ടാവും എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ തരാം. ഓപ്ഷൻ 1 550, ഓപ്ഷൻ 2 480, ഓപ്ഷൻ 3 580, ഓപ്ഷൻ 4 680. ഓക്കെ, ഇതാണ് ഓപ്ഷൻസ്. ഈ ഓപ്ഷൻസ് സംഭവം കഥയിൽ പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എഴുതി വെക്കലാണ്. A is equal to P into 1 plus R by 100 whole raised to n. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ. അപ്പൊ ചോദ്യത്തിൽ തന്ന സാധനങ്ങൾ ആ ഇക്വേഷന്റെ അകത്തേക്ക് ഫില്ല് ചെയ്തിട്ട് ഒന്ന് ചെയ്യാനൊരു ശ്രമം നടത്തോ, ജസ്റ്റ് ഒന്ന് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തോ. ഞാൻ കുറച്ച് സമയം തരാം. യു ജസ്റ്റ് ട്രൈ. ഇക്വേഷന്റെ അകത്തേക്ക് തന്ന സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഒന്ന് ചെയ്യാനുള്ള ശ്രമം നടത്തുക. എന്നിട്ട് ഓപ്ഷന്റെ അകത്തുള്ള ഏതെങ്കിലും ഉത്തരമായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. ഒരു 2 or 3 minutes തരാം. ഇതും ഉത്തരത്തിൽ നിന്നാണ് പോകേണ്ടത്? അല്ലല്ല, ഇത് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് പോവാം. ഇക്വേഷന്റെ അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു പോയാൽ മതി. A is equal to P into 1 plus R by 100 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷന്റെ അകത്തേക്ക് ചോദ്യത്തിൽ പറഞ്ഞ സാധനങ്ങൾ P എന്താണ്, R എന്താണ്, N എന്താണ് എന്നുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. മുമ്പോട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് തംസ് അപ്പ് ചെയ്യുക, ബ്ലോക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് തംസ് ഡൗൺ ചെയ്യാട്ടോ. തംസ് ഡൗൺ. ചെയ്തു വന്നവരാരെങ്കിലും ഉണ്ടോ? കാരണം അതായത് അതിന്റെ ഓപ്ഷൻ തന്നതിൽ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതാരെങ്കിലും ഐഡന്റിഫൈ ചെയ്തോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഓപ്ഷൻസ് ആദ്യമേ തന്നത്. ഓക്കെ, കുറെ തംസ് ഡൗൺ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്ന കഥകളൊന്ന് ആലോചിക്കാം. 8,000 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 24% പലിശ വരുന്നത്, ഒരു കൊല്ലത്തേക്കാണ് 24%, 3 മാസം ആണ് അയാള് എടുക്കുന്ന, അല്ലെങ്കിൽ 3 മാസം കൊണ്ട് അയാൾ വിഡ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പലിശ ഇനത്തിൽ എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. നമുക്കൊന്ന് ചെയ്തോക്കെ. ഓക്കെ, ചെയ്ത് നോക്കുന്ന സമയം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇൻട്രസ്റ്റിന്റെ ചോദ്യമാണെങ്കിൽ, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കഥയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എഴുതുക, ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എഴുതും. A is equal to P into 1 plus R by 100 whole raised to n. ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് നമ്മൾ തന്ന സാധനങ്ങൾ ഫില്ല് ചെയ്യും. നമുക്ക് A എത്രയാണെന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ടും പലിശയും കൂടി ചേർന്ന തുകയാണ്. പലിശ എത്രയാന്ന് നമുക്ക് അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനമാണ്. അപ്പൊ A സ്റ്റിൽ നമുക്ക് ഇപ്പോഴും അൺനോൺ ആണ്, നമുക്ക് അറിയില്ല. അപ്പൊ A is equal to അതൊന്നുകൂടെ പറയും. ഏതാണ് ഇപ്പൊ ലാസ്റ്റ് A എന്ന് പറഞ്ഞാൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ടും പലിശയും ചേർന്നതിനെയാണ് A എന്ന് പറയാം. പലിശ എത്രയാ നമുക്ക് അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനമാണ്. ചോദ്യം നമ്മളോട് ചോദിച്ച സാധനമാണ്. അപ്പൊ A എത്രയാ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ A അൺനോൺ ആണ്. A അങ്ങനെ തന്നെ വിട്ടേക്കാം. A is equal to എന്ന് പറഞ്ഞ് വിട്ടേക്കാം. ഓക്കെ, P എത്രയാ പ്രിൻസിപ്പൽ എമൗണ്ട്? 8,000 രൂപ. 8,000 രൂപയാണ്. ഓക്കെ, 8,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റു 1 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്, ലെറ്റ് ഇറ്റ് ബി ദർ. 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 24 ഡിവൈഡഡ് ബൈ 100. പക്ഷെ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഒരു കൊല്ലത്തേക്കുള്ള പലിശയാണ് 24. അയാള് 3 മാസം കഴിഞ്ഞപ്പം വിഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് 3 മാസം എന്നുള്ളതാണല്ലോ, എന്നോടാണോ അല്ലല്ലോ, 3 മാസം എന്നുള്ളതാണ് ഹോൾ റേസ് ടു എന്നിൽ കൊടുക്കുക. N എന്ന് പറഞ്ഞാൽ 3 മാസം. പക്ഷെ ഹോൾ റേസ് ടു N എന്ന് ഇങ്ങനെ കൊടുത്താൽ ഇത് 3 വർഷം എന്നാണ്.
അതിന്റെ ഒരു അർത്ഥം വരുന്നത്. ഇപ്പൊ നമ്മൾ എഴുതിയതുപോലെയാണെങ്കിൽ അതിന് 3 വർഷം എന്നാണ് അർത്ഥം. അതിനെ 3 മാസം എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ ഇവിടെ ഇൻറ്റു 12, ഒരു വർഷത്തിലെ 12 മാസം എന്നുള്ള സാധനം കൂടി ആഡ് ചെയ്യണം. ഇൻറ്റു 12. ഓക്കെ, ആ ഒരു എഫക്റ്റും കൂടി അവിടെ വരണം, 3 മാസത്തേക്ക് എന്നുള്ള ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് 8000 ഇൻറ്റു 1+24 ഡിവൈഡഡ് ബൈ 1200 ഹോൾ റേസ് ടു 3 എന്നായിട്ട് മാറും. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് 8000 ഇൻറ്റു 1+24/1200. അപ്പൊ 1 ഒരു പൂർണ്ണസംഖ്യയും 24/1200 ഒരു ഫ്രാക്ഷനും ആണ്. രണ്ടിനെയും കൂടി കൂട്ടുക എന്നുള്ളത് പോസിബിൾ അല്ല. അവിടെ 1+ ആണ്, 1+ ആണ്, വരിക. ഇക്വേഷൻ ആണല്ലോ. 1+r/100 ഇക്വേഷനിലേക്കാണല്ലോ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. 1+r/100. ഓക്കെ, അപ്പൊ 1+, അപ്പൊ ഒന്നുകിൽ 24/1200 ഒരു പൂർണ്ണസംഖ്യ ആക്കണം, അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന സംഖ്യ ഒരു ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അപ്പൊ ഏത് സംഖ്യയുടെയും ഫ്രാക്ഷൻ, 1 എന്ന് പറയുന്ന സംഖ്യയുടെ ഫ്രാക്ഷൻ 1/1 ആണ്, 2 എന്ന് പറയുന്ന സംഖ്യയുടെ ഫ്രാക്ഷൻ 2/1 ആണ്. ഏത് പൂർണ്ണസംഖ്യയും ബൈ 1 ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്രാക്ഷൻ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 1നെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് മാറ്റാം, 1/1 എന്ന് എഴുതാം. അപ്പൊ രണ്ടും ഫ്രാക്ഷൻ ആയി. 1/1 + 24/1200 എന്നായിട്ട് മാറി. ഇത് രണ്ടും ഫ്രാക്ഷൻ ആയി. ഇനി രണ്ട് ഫ്രാക്ഷനും എന്ത് ചെയ്താൽ മതി, തമ്മിൽ കൂട്ടിയാൽ മതി. പക്ഷെ ഫ്രാക്ഷൻ ഒരു പ്രശ്നമുണ്ട്, ഭിന്നസംഖ്യകളെ പരസ്പരം തമ്മിൽ കൂട്ടണമെങ്കിൽ അതിന്റെ താഴെയുള്ള ഡിനോമിനേറ്ററുകൾ സെയിം ആയിരിക്കണം. അങ്ങനെ സെയിം അല്ലാത്ത കേസിൽ ഡയറക്റ്റ് ആയിട്ട് കൂട്ടാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള രണ്ട് ഫ്രാക്ഷൻ നോക്കുമ്പോൾ ഒന്നിന്റെ താഴെ 1ഉം ഒന്നിന്റെ താഴെ 1200 ആണുള്ളത്, ഒരെണ്ണത്തിന്റെ താഴെ 1 ആണുള്ളത്, ഒരെണ്ണത്തിന്റെ താഴെ 1200 ആണുള്ളത്. ഒന്നുകിൽ രണ്ടിനെയും 1 ആക്കണം, അല്ലെങ്കിൽ രണ്ടിനെയും 1200 ആക്കണം, അല്ലാതെ അതിനെ കൂട്ടാൻ പറ്റൂല. ഓക്കെ, അത് ഫ്രാക്ഷന്റെ റൂളാണ്. ഡിനോമിനേറ്ററുകൾ സെയിം അല്ലാത്ത ഭിന്നസംഖ്യകളെ പരസ്പരം കൂട്ടാൻ പറ്റൂല. കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിനോമിനേറ്ററുകൾ സെയിം ആക്കണം എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായി നമ്മളിവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്യണം. ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഒന്നുകിൽ LCM കാണുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കുറച്ചുകൂടി ഈസി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യേ, 8000 ഇൻറ്റു 1/1200 എന്ന് പറയുമ്പം ഇതിനേക്കാൾ എളുപ്പം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എളുപ്പം വേറെ വഴിയുണ്ട്. 8000 ഇൻറ്റു രണ്ടിനെയും സെയിം ആക്കുക എന്നുള്ളൊരു സാധനം. 1200നെ 1 എന്നാക്കി മാറ്റാൻ, ഒന്നുകിൽ 1200നെ 1 എന്നാക്കി മാറ്റുക, അല്ലെങ്കിൽ 1നെ 1200 ആക്കി മാറ്റുക. ഓക്കെ, അതാണ് കണ്ടീഷൻ. 1200നെ 1 ആക്കാൻ എന്താ ചെയ്യാ, 1200നെ 1 ആക്കാൻ എന്താ ചെയ്യാ അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1200 എന്ന് പറയുന്ന സംഖ്യയെ 1 എന്ന് പറയുന്ന സംഖ്യ ആക്കാൻ എന്ത് ചെയ്യണം? അതേ സംഖ്യ കൊണ്ട് തന്നെ ഹരിച്ചാ മതി. 1200നെ 1200 കൊണ്ട് തന്നെ ഹരിച്ചാൽ, അതായത് 1200ന് എത്ര 1200 എടുക്കാം, അതാണല്ലോ 1200നെ 1200 കൊണ്ട് ഹരിക്കുന്നതിന്റെ ലോജിക്ക്. അതേ സംഖ്യ കൊണ്ട് തന്നെ ഹരിച്ചാൽ 1 എന്ന് കിട്ടും. പക്ഷെ ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന് വേറെ പ്രശ്നമുണ്ട്, താഴെ എന്ത് ചെയ്താലും മേലെയും അത് തന്നെ ചെയ്യണം. എന്ന് പറഞ്ഞ 1200നെ നിങ്ങൾ 1200 കൊണ്ട് ഹരിച്ചിട്ട് 1 ആക്കുന്നതൊക്കെ ശരി, അതേ പരിപാടി, അതായത് 24, അത് തൊട്ട് മേലെയുള്ള 24നെ നിങ്ങൾ 1200 കൊണ്ട് ഹരിക്കണം. അത് ഫ്രാക്ഷന്റെ മറ്റൊരു റൂളാണ്. ഒരു ഫ്രാക്ഷനെയും നിങ്ങൾ താഴെ മാത്രമായിട്ട് ഒരു മാനിപ്പുലേഷനും ചെയ്യാൻ പാടില്ല. താഴെ എന്ത് ചെയ്താലും അത് മേലെയും ചെയ്യണം, മേലെ എന്ത് ചെയ്താലും അത് താഴെയും ചെയ്യണം. കാരണം അത് രണ്ടുപേരും ഒന്നാണ്. ഓക്കെ, 1200നെ 1 ആക്കാൻ വേണ്ടി നിങ്ങൾ 1200 കൊണ്ട് ഹരിച്ചാൽ 24നെ നിങ്ങൾ 1200 കൊണ്ട് ഹരിക്കണം. 24നെ 1200 കൊണ്ട് ഹരിച്ചാൽ വേറെ പ്രശ്നമുണ്ട്, അവിടെ ദശാംശ സംഖ്യയായിട്ട് മാറും, ഡെസിമൽ ആയിട്ട് മാറും. ഇതൊരു അപകടം പിടിച്ച കളിയായിരിക്കും. അതിനേക്കാൾ നമുക്ക് എളുപ്പം ഇപ്പുറത്തിരിക്കുന്ന 1നെ 1200 ആക്കലാണ്. 1നെ 1200 ആക്കാൻ എന്താ ചെയ്യാ, 1 എന്ന് പറയുന്ന സംഖ്യ 1200 ആവാൻ 1200 കൊണ്ട് ഗുണിച്ചാ മതി. 1200 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ താഴെയുള്ള 1നെ 1200 കൊണ്ട് ഗുണിച്ച് 1200 ആക്കുമ്പം ഇതേ പരിപാടി എവിടെയും ചെയ്യണം, മേലെയും ചെയ്യണം. കാരണം എന്താ, അവര് ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷനിൽ താഴെ എന്ത് ചെയ്താലും മേലെയും അത് തന്നെ ചെയ്യണം. അപ്പൊ 1200 കൊണ്ട് ഗുണിച്ച് രണ്ടിനെയും 1200 ആക്കുമ്പം 8000 ഇൻറ്റു 1200/1200 പ്ലസ് 24/1200 ഹോൾ റേസ് ടു
3 എന്നായിട്ട് മാറി. ഇപ്പൊ ഈ ബ്രാക്കറ്റിനകത്തുള്ള ഫ്രാക്ഷന്റെ അടിയിൽ രണ്ടിന്റെ അടിയിലും സെയിം ഫിഗർ ആയിട്ട് മാറി. സെയിം ഫിഗർ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടുക എന്നുള്ളത് പോസിബിൾ ആണ്. കൂട്ടുന്ന സമയത്ത്, ഫ്രാക്ഷൻ കൂട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അടിയിൽ രണ്ടും സെയിം ആവണം. കൂട്ടുമ്പം അടിയിലുള്ളതിനെ കൂട്ടാതെ വിടാൻ വേണം, മേലുള്ളതിനെ മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. അതായത് 8000 ഇൻറ്റു 8000 ഇൻറ്റു 1200 1224 കൂട്ടിയാൽ 1224. താഴെയുള്ളതിനെ പരസ്പരം കൂട്ടരുത്, അത് രണ്ടും കോമൺ ആണ്. അതിനെ കോമൺ ആയിട്ട് 1200 താഴെ എടുത്ത് എഴുതിയാൽ മതി. ഹോൾ റേസ് ടു 3 ഇങ്ങനെയാണ് വരിക. 1224 8000 ഇൻറ്റു 1224 ബൈ 1200 ഹോൾ റേസ് ടു 3. ഈ സ്റ്റേജ് വരെ, ഈ സ്റ്റെപ്പ് വരെ ഓക്കെ ആണോ? ഈ സ്റ്റെപ്പ് വരെ ഓക്കെ ആണോ? എനിക്ക് മാത്രമേ നമ്മൾ മുമ്പോട്ട് പോയിട്ട് കാര്യമുള്ളൂ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. അത് ഇക്വേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചൊരു സമയം എടുക്കും. ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഈ സ്റ്റേജ് വരെ ഓക്കെ ആണോ? കുറച്ച് ബുദ്ധിമുട്ടാണ് മാം ഇവിടെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഭയങ്കര ടഫാണെന്ന് കുട്ടികൾ പറയാറുണ്ട്. ആ ഇക്വേഷന്റെ അകത്തേക്ക് വന്നിട്ട് ആ 1+r/100 എന്നുള്ള സാധനത്തിനെ സെറ്റ് ആക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് ഒത്തിരി ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ ക്ലിയർ ആവുള്ളൂ. ആ അഡിഷൻ പ്രോസസ്സിൽ രണ്ട് ഡിനോമിനേറ്ററും ഈക്വൽ ആക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത്, കൂട്ടുന്ന സമയത്ത് ഡിനോമിനേറ്റർ രണ്ടും ഒരേ സംഖ്യ ആയിരിക്കണം. കൂട്ടുമ്പം ഡിനോമിനേറ്ററുകൾ പരസ്പരം കൂട്ടരുത്, അതിനെ കോമൺ ആയിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, കുറച്ചു നേരം ഒന്ന് നോക്കിക്കോളൂ, വേണമെങ്കിൽ ഒരു 30 സെക്കൻഡ് തരാം. ജസ്റ്റ് ഏതെങ്കിലും സ്റ്റെപ്പ് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. ഇതേപോലെ ഒന്ന് ചെയ്യാൻ. ഓക്കെ, ഇത് ഒരെണ്ണം ചെയ്യാൻ തരാം. ഓക്കെ, 1224 8000 ഇൻറ്റു 1224 ഹോൾ റേസ് ടു 1224 ബൈ 1200 ഹോൾ റേസ് ടു 3 ആണ്. അപ്പൊ ഇനി നമ്മൾ മുമ്പോട്ട് ചെയ്യുമ്പം 8000 ഇൻറ്റു 8000 ഇൻറ്റു 1224 1200 കൊണ്ട് ഹരിക്കുമ്പം 1.02 എന്ന് ഉത്തരം കിട്ടും. 1224 1200 കൊണ്ട് എഴുതി ഹരിക്കുമ്പം 1.02 എന്ന് ഉത്തരം കിട്ടും. 1.02 ഹോൾ റേസ് ടു 3, അതായത് 1.02 3 വട്ടം ഗുണിച്ചത് എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ 8000 ഇൻറ്റു 1.02 ഹോൾ റേസ് ടു 3 എന്നുള്ള കോൺസെപ്റ്റ്. അപ്പൊ 1.02 3 വട്ടം ഗുണിച്ചാൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. 1.02 3 വട്ടം ഗുണിച്ചാൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. 1.02 3 വട്ടം ഗുണിക്കുമ്പോൾ 8000 ഇൻറ്റു 1.02 ഗുണിക്കുന്ന സമയത്ത് നിങ്ങൾ ഡെസിമൽ ഒഴിവാക്കി ഗുണിക്കുക. അതായത് 102 ഇൻറ്റു 102, ആ കിട്ടിയ ഉത്തരത്തെ എഗെയിൻ 102 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് 2 4 6 അല്ലെ, 1.02 പറയുമ്പോൾ 2 4 6 6 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഗുണിക്കുന്ന സമയത്ത് പോയിന്റ് ഒഴിവാക്കി 3 വട്ടം ഗുണിക്കുക. എന്നിട്ട് ആ 3 വട്ടം ഗുണിച്ചതിന്റെ എഫക്റ്റ് ആയിട്ട് പോയിന്റ് ഉള്ള സംഖ്യന്റെ ഓരോ സംഖ്യയിലും 2 സ്ഥാനം മാറി പോയിന്റ് ഉണ്ട്. അപ്പൊ 2 4 6 6 സ്ഥാനം മാറ്റിയിട്ട് എന്ത് ചെയ്യണം, പോയിന്റ് ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ 1.02 ഇൻറ്റു 1.02 ഇൻറ്റു 1.02 ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.06 എന്ന് ഉത്തരം കിട്ടും. 8000 ഇൻറ്റു 1.06. ഓക്കെ, ഈ 8000 ഇൻറ്റു 1.06 ചെയ്യണ സമയത്ത് 8000ത്തെ 106 കൊണ്ട് ഗുണിച്ച് 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, 8000 ഇൻറ്റു 1.06 ചെയ്യുമ്പോൾ നമുക്ക് 8480 എന്ന് ഉത്തരം കിട്ടും. 8480. ഈ സാധനം എവിടുന്ന് വന്നതാ? ഇതൊക്കെ എ ഇസ് ഈക്വൽ ടു ആണ് കേട്ടോ. ഇതൊക്കെ എ ആണ്. എ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇതൊക്കെ. എ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 8480 എന്ന് പറഞ്ഞ ഉത്തരം എനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ, വേറെ കളർ എടുക്കട്ടെ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. മുതലും പലിശയും ചേർന്നതിനെയാണ് എ എന്ന് പറയുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം എ എന്ന് പറയുന്നത് 8480 ആണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന്
മുടക്ക് മുതലായ 8000 കുറച്ചാൽ ബാക്കി വരുന്ന 480 എന്ത് ഇൻട്രസ്റ്റ് എമൗണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചത് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ്. 480 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ അതിന്റെ ഇക്വേഷൻ വൺസ് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി സുഖമുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ആയിരിക്കും. ആ ഒരു ഇക്വേഷൻ ആദ്യം പഠിക്കുക, ആ ഇക്വേഷനകത്തേക്ക് സാധനങ്ങൾ ഫില്ല് ചെയ്യുക, എന്നിട്ട് പിന്നെ ഒരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യുക. 1+r/100 സെറ്റ് ആക്കുന്നതിലായിരിക്കും. അവിടെ സെറ്റ് ആക്കുന്ന സമയത്ത് അവിടെ ഡിനോമിനേറ്ററുകളെ ഈക്വൽ ആക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് എത്ര വട്ടമാണോ ഓൾ റേസ് ടു എത്ര വട്ടമാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എ കാണുക. എ കണ്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാം. ആദ്യം എ ആണ് കാണേണ്ടത്. എ കണ്ടിട്ടേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് കാണാൻ പറ്റുള്ളൂ. എ കാണുക, എന്റെ അകത്തുനിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടും. ഓക്കെ, ഇതുപോലത്തെ ഒരു ചോദ്യം കൂടി തരട്ടെ ഞാൻ ചെയ്യാൻ. സെയിം പ്രോസസ്സിൽ ചെയ്യാം, എമൗണ്ട് മാത്രം മാറ്റിത്തരാം. ഓക്കെ, ഞാനിവിടെ എഴുതാം. എന്നിട്ട് ഇതേ പ്രോസസ്സിൽ ചെയ്ത് നോക്കട്ടോ. ഇപ്പൊ നമ്മൾ ചെയ്ത ഇതേ പ്രോസസ്സിൽ ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. പ്രിൻസിപ്പൽ എമൗണ്ട് 12,000. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് 12,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12%. ഇത് കോമ്പൗണ്ടഡ് മന്ത്ലി ആണ് കേട്ടോ. അതായത് നമ്മൾ ഇപ്പൊ ചെയ്ത അതേ പരിപാടി തന്നെ. എല്ലാ മാസവും എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. എന്ത് ചെയ്യാണ്? അയാൾ ഒരു 4 മാസം ആഫ്റ്റർ 4 months പുള്ളി എന്ത് ചെയ്യാണ്? പുള്ളി സംഭവം വിഡ്രോ ചെയ്യാണ്. പുള്ളി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ 4 months വിഡ്രോ ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. വാട്ട് വിൽ ബി ദ ഇൻട്രസ്റ്റ്? സെയിം പ്രോസസ്, സെയിം ഇക്വേഷൻ ആണ്. 12,000 രൂപ പ്രിൻസിപ്പൽ എമൗണ്ട്, 12% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ടഡ് മന്ത്ലി ആണ്, അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. 4 മാസം കഴിഞ്ഞപ്പോൾ അയാൾ വിഡ്രോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 4 മാസം കഴിയുമ്പോൾ അയാളെ കയ്യിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നുള്ളത് സെയിം പ്രോസസ്സിൽ തന്നെ ചെയ്ത് നോക്കാം. കണക്കുകൾ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക, പ്രോസസ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പൊ ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.